യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വളരെ വിശുദ്ധിയോടുകൂടെ ഈശോയെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, പരിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നല്ല ഗൗരവത്തോടെ, വിശുദ്ധിയോടെ ഒരുങ്ങി വേണം ഈശോയെ സ്വീകരിക്കാനായിട്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. കാരണമായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, അവര് ആത്മപരിശോധന ചെയ്യാതെ, വിശുദ്ധിയില്ലാതെ പരിശുദ്ധ കുർബാന ഈ അപ്പം ഭക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എത്രയോ ഗൗരവമുള്ള കാര്യമാണ്. ജീവൻ നൽകേണ്ട അപ്പം ചിലരുടെ ജീവൻ എടുത്തു, ചിലർ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലുള്ള ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്രയും ഗൗരവത്തോടെ വേണം പരിശുദ്ധ കുർബാന നമ്മൾ പരികർമ്മം ചെയ്യാനും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, പരിശുദ്ധ കുർബാനയുടെ ഈശോയെ നമ്മൾ സ്വീകരിക്കുവാനും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന അത്രയും വിശുദ്ധമായൊരു കാര്യമാണ്. അത് വിശുദ്ധിയോടുകൂടെ നമ്മൾ പരികർമ്മം ചെയ്യാനും, പങ്കെടുക്കാനും, സ്വീകരിക്കാനും പരിശ്രമിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും വിശുദ്ധരായിട്ട് മാറുന്നത്. നമുക്ക് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളൊരു പക്ഷെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, വിശുദ്ധ കുർബാനയിൽ എന്നും ഈശോയെ സ്വീകരിക്കുന്നവരായിരിക്കാം. ആത്മപരിശോധന ചെയ്യുക, ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു വിശുദ്ധി ഒരുക്കം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത്. സീറോ മലബാർ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് വൈദികൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്: വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധ കുർബാന അത് വിശുദ്ധിയുള്ള മക്കൾക്കാണ്. വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ സ്വീകരിക്കുന്നത് വിശുദ്ധമായ ജനത്തിനുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും ഇതിന് വേണ്ടത്തൊരു ഒരുക്കം, വിശുദ്ധി നമുക്കുണ്ടോ? കാരണം ചിലർ രോഗികളും ദുർബലരും മരിച്ചു പോകാനും കാരണമായിട്ട് വന്നത് ഈ അപ്പം ആത്മപരിശോധന ചെയ്യാതെ ഭക്ഷിച്ചത് കൊണ്ടാണ്. നമുക്ക് ഇന്നേ ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസത്തെ പരിശുദ്ധ കുർബാനയിലും കുറെ കൂടി വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, സ്നേഹത്തോടെ നമുക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഏറെ വിശുദ്ധിയോടെ ഈശോയെ സ്വീകരിക്കുവാനുള്ള വലിയ കൃപ, അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.